ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഈ റെഡിയായി എങ്ങോട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴ വരെ പോവുകയാണ്. ഇപ്പം സമയം 8:30 ആയിട്ടുണ്ട്. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു ഏജ് തൊട്ടേ ആഗ്രഹമായിരുന്നു കൃപാസനം പള്ളിയിൽ പോകണമെന്നുള്ളത്. അപ്പം എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ പ്ലാൻ ചെയ്ത് ഇന്ന് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. 11 മണിക്കുള്ള ബസ്സിനാണ് ഞാൻ ഇപ്പോഴേ ഒരുങ്ങി നിൽക്കുന്നത്. കാരണം നമ്മൾ ലേറ്റ് ആവാൻ പാടില്ല. എനിക്ക് അവരുടെ PG പോയിട്ട് വേണം പോകാൻ. അതുകൊണ്ട് ഞാൻ നേരത്തെ റെഡിയായി. പിന്നെ ബാഗൊന്നും ഞാൻ അങ്ങനെ എടുക്കുന്നില്ല, ഒരു സൈഡ് ബാഗ് മാത്രമേ എടുക്കുന്നുള്ളൂ. അവിടെ പോകാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഏജ് തൊട്ടേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടെ പോകണമെന്നുള്ളത്. പിന്നെ പേഴ്സണലി എനിക്ക് മാതാവിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം ഒരുപാട് നല്ല കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം പോവാന്ന് വിചാരിച്ചു. എൻ്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ. റെഡിയായി. ഞാൻ കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. 2 ഫോണ്, പിന്നെ എൻ്റെ സൈഡ് ബാഗ്. ഇതിനകത്ത് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു ഫോൺ ചാർജ് തീർന്നാൽ നമ്മൾ അടുത്ത ഫോണ് അത്യാവശ്യത്തിന് വേണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതും കൂടെ എടുത്തത്. പിന്നെ PG പോകാൻ വേണ്ടി ഊബർ ബുക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഇപ്പം വരും. ഒരു 5 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഊബർ വന്നായിരുന്നു. പിന്നെ ഞാൻ PG പോവാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ. പുറത്താണെങ്കിൽ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ കുട എടുത്തില്ല. പിന്നെ നേരെ അങ്ങ് അവിടെ ഇറങ്ങിയാണ് ചെയ്തത്. ഞാൻ പോയപ്പോഴത്തേക്ക് എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. നമ്മൾ 3 പേരും റെഡിയായി. ഇനി ഒരു ചേച്ചിയും കൂടെ വരാനുണ്ട്. ചേച്ചിയുടെ കാറിലാണ് നമ്മൾ തമ്പാനൂർ വരെ പോകുന്നത്. അങ്ങനെ ചേച്ചി വന്നു. ഇത് രണ്ടും ചേച്ചിയുടെ മക്കളാണ്. പിന്നെ അവരുടെ കൂടെ കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കും തമ്പാനൂരെത്തി. അപ്പോഴും മഴ കുറഞ്ഞിട്ടില്ലായിരുന്നു, നല്ലപോലെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബസ് കാത്ത് നമ്മൾ തമ്പാനൂർ നിന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞത് നമ്മുടെ ബസ് വന്നു. പിന്നെ നമ്മൾ ബുക്ക് ചെയ്ത സീറ്റിൽ പോയി ഇരുന്നു. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഈ തുറന്നിട്ട ഷട്ടർ അപ്പം തന്നെ എനിക്ക് അടയ്ക്കേണ്ടി വന്നു, നല്ല മഴ ആയതുകൊണ്ട്. ബസ്സിൽ കയറിയപ്പോഴേ എനിക്ക് നല്ല ഉറക്കം വന്നു. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, പാട്ടും വെച്ച് കിടന്നുറങ്ങി. പിന്നെ ഞാൻ കണ്ണു ഉറക്കുന്നത് മണി 3:30-ക്കാണ്. അപ്പോഴത്തേക്ക് നമ്മൾ അവിടെ കൃപാസനത്ത് എത്തിയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ആ രാത്രി ആ പള്ളി കാണാൻ വേണ്ടി. ഈ വെളുപ്പാങ്കാലത്ത് തന്നെ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു റൂം തപ്പി നടക്കുന്ന നടപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമുക്ക് പള്ളിയിൽ അടുത്ത് തന്നെ ഒരു റൂം കിട്ടി. അപ്പം നമ്മൾ അത് തന്നെ അങ്ങ് എടുത്തു. റൂം ചാർജ് 600 രൂപയായിരുന്നു. പക്ഷെ നമുക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും അവിടെ തന്നെ ഉണ്ടായിരുന്നു. മൂടാനുള്ള ബെഡ്ഷീറ്റ് മാത്രം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഭയങ്കര തണുപ്പായിരുന്നു. പിന്നെ അങ്ങനെ കിടന്നുറങ്ങി. എനിക്ക് ഉറക്കം എണീച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇങ്ങനെ വെറുതെ ഇരിക്കണം, ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടൂല. അപ്പോൾ എണീച്ചപ്പോൾ തന്നെ ഒരു സമയമായി 8:45 കഴിഞ്ഞ്. പിന്നെ അവരെല്ലാവരും കൂടി എന്നെ വഴക്ക് പറഞ്ഞ് റെഡിയാവാൻ പറഞ്ഞ്. പിന്നെ ഞാൻ ഓടിപ്പോയി റെഡിയായിട്ട് വന്നു. നേരെ നമ്മൾ പള്ളിയിലോട്ട് നടക്കുകയാണ് ചെയ്തത്. ഒരു ചേച്ചി നേരത്തെ പോയി. എന്നെ അറിയാമെന്നുള്ളവർക്കറിയാം എനിക്ക് ചായ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ അങ്ങനെ ചായ കുടിച്ചു. നേരെ നമ്മൾ പള്ളിയിലോട്ടാണ് പോയത്. നമ്മൾ വിചാരിക്കും പോലെയല്ല, അവിടെ ഭയങ്കര തിരക്കായിരുന്നു. നമുക്ക് അവിടെ നടക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയോ അകത്ത് കയറി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി. എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാതാവിനോട് പറഞ്ഞിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു സമാധാനമാണ് ഫീൽ ചെയ്തത്. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം അങ്ങനെ ഞാൻ സാധിച്ചെടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിലാണ് പോയത്. ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കാരണം ഒരു ചേച്ചി വാഷ്റൂമിൽ പോയിട്ട് കുറേ നേരം കൊണ്ട് കാണാനില്ല. പിന്നെ നമ്മൾ വിശന്നപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോഴത്തേക്കും ചേച്ചി വന്നു. പിന്നെ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് നേരെ പോയത് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഈ 2 സാധനങ്ങൾ മാത്രമേ എടുത്തുള്ളൂ. തിരിച്ച് ബസ് കയറാൻ വേണ്ടി നിൽക്കുന്ന നിപ്പാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരക്കില്ലാത്ത ബസ് നോക്കി നിന്നതാണ്. ലാസ്റ്റ് തിരക്കുള്ള ബസ്സിൽ കയറി വരികയാണ് ചെയ്തത്. കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് എനിക്ക് സീറ്റ് കിട്ടി. ഞാൻ ആദ്യമായിരുന്നു, അവർക്കൊന്നും സീറ്റ് കിട്ടിയില്ലായിരുന്നു. അവർ നിൽക്കുകയാണ് ചെയ്തത് കുറച്ച് നേരവും കൂടെ. ആലപ്പുഴ കഴിഞ്ഞതും എല്ലാവർക്കും സീറ്റ് കിട്ടി. ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഞാൻ പാളയത്തെത്തി. പിന്നെ വന്ന ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറി നേരെ വീട്ടിലോട്ട് വരികയാണ് ചെയ്തത്. കാരണം എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കൊണ്ടുവന്ന പത്രം എല്ലാവർക്കും കൊടുത്തിട്ട് നേരെ ഞാൻ വീട്ടിലോട്ട് പോയി. ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ കയറി കിടന്ന് ഉറങ്ങാനാണ് പോയത്. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ ബൈ.